വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം എന്നാൽ ഹിംസയുടെ കാര്യത്തിൽ അത്തരം കരകളിലേക്ക് വഴുതി വീഴുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഹിംസയെ ക്രിയാത്മകമായി സർഗാത്മകമായി ചെറുക്കുക എന്നൊരാശയത്തെ മുൻനിർത്തി ക്രാക്കുന്നത്. ഈ സെമിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ചയിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ കണ്ടിരുന്ന പല വാർത്തകളും ഇന്ന് വളരെ നമുക്ക് ലാഘവത്തോടുകൂടി അല്ലെങ്കിൽ എന്നും സംഭവിക്കുന്നു എന്ന് തോന്നുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ക്രൈമുകൾ ഉണ്ടാകുന്നു. നമ്മൾ മുൻപ് ഒരു അച്ഛൻ അമ്മയെ അല്ലെങ്കിൽ ഒരു മകൻ അമ്മയെ വെട്ടിക്കൊന്നു എന്നൊക്കെ കേൾക്കുന്നത് നമുക്ക് കേൾക്കുന്നത് തന്നെ അസഹനീയമായിരുന്ന ഒരു കാലത്ത് നിന്നും ഇന്ന് എല്ലാ ദിവസവും കേരളത്തിൽ അത് സംഭവിക്കുന്നു എന്ന തരത്തിലേക്ക് വാർത്തകൾ വരികയാണ്. എന്നാൽ ക്രൈമുകൾ മുൻപ് തന്നെ സമൂഹത്തിൽ വളരെ അധികം ഉണ്ടായിരുന്നുവെന്നും അത് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നതാണ് എന്നുള്ള രീതിയിലുള്ള വാദങ്ങളുണ്ട്. ഇന്ന് മാധ്യമങ്ങൾ കൂടുതലാണ്, ദൃശ്യങ്ങൾ ആളുകൾക്ക് കൂടുതലായി ലഭിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ക്രൈം എന്നത് സമൂഹത്തിൽ താങ്കൾ 30-ലേറെ വർഷക്കാലമായിട്ട് ദേശീയ ശരാശരി നോക്കുകയാണെങ്കിൽ, ഈവൻ കേരളത്തിലെ ശരാശരി നോക്കുകയാണെങ്കിൽ, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ശരാശരികളിലൊന്നും മർഡർ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ഭയങ്കര എക്സ്പോണൻഷ്യലായിട്ട് കൂടിയതായിട്ട് നമുക്ക് ഡാറ്റയില്ല. സത്യം പറഞ്ഞാൽ പല ഡാറ്റകളും മർഡർ അല്ലെങ്കിൽ കൊലപാതകങ്ങളൊക്കെ ഡിക്ലൈൻ ചെയ്യുന്ന ട്രെൻഡുകൾ കാണിക്കുന്നു എന്ന് വരെ ഡാറ്റകൾ കാണുന്നുണ്ട്. പക്ഷേ സമൂഹത്തിൽ ഇപ്പോൾ സാറി പറഞ്ഞതുപോലെ വന്നിരിക്കുന്ന റിയാലിറ്റിയും എന്ന് വളരെ സത്യസന്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ദേഷ്യം അല്ലെങ്കിൽ ക്ഷമ കുറവ്, സഹിഷ്ണുത കുറവ്, ഫ്രസ്ട്രേഷൻ വന്നാൽ ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇതൊക്കെ ഗ്ലോബലി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ആളുകളിലൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരുടെ പ്രകൃതത്തിൽ അല്ലെങ്കിൽ സ്വഭാവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ചേഞ്ച് തന്നെയാണ്. ഇനി അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സൊസൈറ്റിയുടെ ചേഞ്ചസ്, ഇൻഡിവിജ്വലിലെ ചേഞ്ചസ് ഒക്കെ പറയുന്നതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന കാലത്തിൻ്റെ കുറേ പ്രത്യേകതകളുണ്ട്. ഒന്ന്, എനിക്ക് പണ്ടൊരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു സാധനം ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ അതെൻ്റെ ആഗ്രഹം ആവശ്യമായിട്ട് നടക്കുന്നതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്നാണ് മനഃശാസ്ത്രം അഥവാ സൈക്കോളജി അതിനെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. ഞാൻ വരുത്തുന്ന അക്രമം, ഇതെല്ലാം വലിയ തോതിൽ സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു വിഷയം ചർച്ചയ്ക്ക് വരുന്നു. സിനിമാ രംഗത്തും അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ അനുബന്ധ മേഖലകളിലും ജോലി ചെയ്ത പരിചയമുള്ള, എഴുത്തിലും പങ്കാളിയായിട്ടുള്ള ദീദി ദാമോദരൻ എങ്ങനെയാണ് ഒരു വേറിട്ട ഒരു ഐഡന്റിറ്റി ഈ ഒരു സമൂഹത്തിൽ ഉണ്ടാവോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ സിനിമ വലിയ ഇൻഫ്ലുവൻസ് ആണ് എല്ലാവരുടെ മേലെ. സിനിമയ്ക്ക് പുറത്തുള്ള എല്ലാ എലിമെൻറ്റും കൂടെ ചേർന്നാണല്ലോ സിനിമ ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ ഈ വയലൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് കേസുകൾ, ഈ മില്ലേനിയം കിഡ്സ് മുതലുണ്ടായ എന്തോ ഒരു അപഭ്രംശം സംഭവിച്ചു പോയി. പിന്നെ നമ്മൾ ഭയങ്കര ഗുഡ് ഓൾഡ് പാസ്റ്റിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മളൊക്കെ ഭയങ്കര നല്ല മനുഷ്യരായിരുന്നു, നമുക്കിപ്പോൾ വളരെ ക്വിക്കായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ ആൾക്കാർ അപ്പം തന്നെ റിയാക്ട് ചെയ്യുന്നു എന്നതിലേക്ക് നമ്മൾക്കൊക്കെ എല്ലാവർക്കും എത്ര വലിയ പങ്കുണ്ട് എന്ന് ആത്മപരിശോധന നടത്തേണ്ടത് കൂടി ഉണ്ട് എന്ന് തോന്നുന്നു. ഒരു ജനറേഷൻ വെറുതെ അങ്ങോട്ട് ഇവോൾവ് ചെയ്യുന്നതല്ല, വയലൻസ് വെറുതെ അങ്ങോട്ട് ഉണ്ടായതല്ല, അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. നമ്മളെല്ലാവരും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വാറോ പാനിപ്പറ്റ് വാറോ പഠിപ്പിച്ചപ്പം നമ്മൾ പഠിപ്പിച്ചത് അതിൻ്റെ ഡേറ്റും അതിൽ പങ്കെടുത്ത രാജാക്കന്മാരുടെ പേരുമാണ്. വയലൻസ് അതിൻ്റെ ഡേറ്റ് മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ന് വരെ ചോദിക്കാറുള്ളൂ. സ്റ്റോപ്പ് വാർ എന്നാണ് ആ പഠിച്ചതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ ആരും പഠിപ്പിച്ചിട്ടില്ല. വയലൻസിൻ്റെ മൂഡാണ് വ്യത്യാസം എന്ന് നേരത്തെ പ്രമോദ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഈ സീനുകളൊക്കെ എഴുതുമ്പം നമ്മൾ എഴുതുക, ഒരു വയലൻസോ ഏതെങ്കിലും ഒരു സീൻ എഴുതുന്നത്
അത് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഉടനെ കട്ട് ടു റിയാക്ഷനാണ്. ഇതിൻ്റെ തീക്ഷ്ണത മുഴുവൻ അതിൻ്റെ ഭാഗമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആളുടെ മുഖത്ത് ഒരു എക്സ്പ്രഷനിലാണ് നമ്മൾ കാണിക്കുന്നത്. രക്തം തെറിക്കുന്നത് പോലും അങ്ങനെയാണ് മിക്ക സിനിമയിലും. മേർഡർ ഒരു വെട്ടിൽ, പിന്നെ മറ്റേ മുഖത്ത് ബ്ലഡാണ് നമ്മൾ കാണിക്കുന്നത്. ഈ പ്രൊസീജിയറിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ബ്ലർ ചെയ്ത് നേരത്തെ കാണിച്ചിരുന്ന ഇമേജ് വളരെ സാധാരണമായിട്ട് കാണിക്കാൻ പറ്റുകയും അത് ആരെയും ഷോക്ക് ചെയ്യുന്നില്ല എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഫാൻ അല്ലേ, അഫാൻ എന്ന് പറഞ്ഞ കുട്ടിയിൽ കാണാം. ആ കുട്ടി ഇപ്പോൾ തെളിവെടുപ്പിന് വേണ്ടി അവനെ കൊണ്ട് നടക്കുമ്പം ഒരു കടുകിട ആ കുട്ടിയുടെ തീരുമാനത്തിൽ വ്യത്യാസമില്ല. അപ്പം അത് ഏതോ ഒരു പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ ചെയ്തു പോയതല്ല, പെട്ടെന്ന് ഒരു ഗ്രഡ്ജ് തോന്നിയപ്പം അടിച്ചു പോയതല്ല. ആ കുട്ടിക്ക് അതിലൊരു തീരുമാനം തന്നെയായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. നമ്മളൊരു ഏറ്റവും പഴയ സാഹിത്യത്തിൽ സൈക്കോളജി പഠിപ്പിക്കാൻ എന്ന് വെച്ചാൽ സൈക്കോ അനലിറ്റിക്കലിൽ എങ്ങനെയാണ് നമ്മളൊരു കൃതിയെ അപഗ്രഥിക്കുക എന്നൊക്കെ ഉള്ളത് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും പഴയ സിദ്ധാന്തമായിട്ടുള്ള ഇഡ് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ മൂന്നായിട്ട് തിരിച്ചതായിട്ടും, ഇഡെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണോ തോന്നിയത് അതിന് വേറെ ഫിൽറ്ററിങ് ഒന്നുമില്ല, അത് നമ്മൾ അതേപോലെ നടത്തുമെന്നും, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന നിയമാവലിയും ചുറ്റുവട്ടത്തുള്ള പാടില്ലായ്മകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നാൽ നമ്മൾ കൺട്രോൾഡ് ആയിട്ട് ഒരു ഈഗോ ഉണ്ടാവുന്നതിനെ പറ്റിയും പറയുകയാണെങ്കിൽ നമ്മൾ ആണ് തോറ്റുപോയത്. ഇപ്പോൾ ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കളും അധ്യാപകരുമാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് എന്നതിൻ്റെ തെളിവാണ് ആ സൂപ്പർ ഈഗോ ഡിഡ് നോട്ട് ഫങ്ഷൻ. സിസ്റ്റം നമ്മൾ ഫെയിൽ ചെയ്തു. കുട്ടി വിചാരിക്കുന്നത് കുട്ടിക്ക് ഇപ്പോൾ ഒരാൾ അടിക്കണമെന്ന് തോന്നിയാൽ അടിക്കാം എന്നാണ്. നമുക്ക് ആ കുട്ടിയുടെ ചിന്തയ്ക്കിടയിൽ നമുക്ക് വേറെ ഒരു തരം കൺട്രോളും അതിൽ ആവശ്യമില്ല എന്നാണ് കുട്ടി ഇതുവരെ കണ്ടിട്ടുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷയും നമ്മൾ മുന്നോട്ട് കാണിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും വിചിത്രം എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞത് വല്ലാതെ റെഡ്യൂസ് ചെയ്യലായിരിക്കും. ഈ പുറത്ത് കണ്ട പെരിഫറലായിട്ടുള്ള ക്രൈമിനെ പറ്റി മാത്രം പറഞ്ഞാൽ ഹിഡൻ ആയിട്ടുള്ള നമ്മൾ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ വളരെ ഡീപ്പായിട്ട് നടത്തുന്ന ഒരു വലിയ ക്രിമിനൽ കാര്യമാണ് സിനിമയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. പ്രവർത്തിക്കൽ കഴിഞ്ഞ് അത് അവസാനിപ്പിച്ച് എല്ലാ മീഡിയയും അത് കൂട്ടിവെച്ചു. അതിൻ്റെ താഴെ കിടക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇപ്പം ആശാ വർക്കേഴ്സ് സമരത്തിലിരിക്കുന്ന പോലെ ഏറ്റവും ബേസിക് മിനിമം ആയിട്ടുള്ള കൂലി വേണം എന്ന് പറയുന്ന ആവശ്യത്തെ എങ്ങനെയാണ് ഫ്ലഷ് ട്രേഡ് നടത്തുന്നത്, ഈ നമ്പറുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ സിനിമയിൽ നടന്നു പോകുന്നത്, എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരു ID കാർഡ് വേണമെന്നും കോഡ് ഓഫ് കോണ്ടാക്ട് വേണമെന്നും തോന്നാത്തത്, ഈ പറഞ്ഞ ഒരു കാര്യവും നടത്താത്ത സിനിമയുടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് നീതിയുക്തമായിട്ടുള്ള സിനിമ പുറത്തു വരും എന്ന് വിചാരിക്കാൻ പറ്റുക. വയലൻസ് എന്ന് പറയുന്നത് ഈ കണ്ട വയലൻസ് മാത്രമല്ല, ഈ ബാൻ പോലെയാണ്. ഈ WCCക്കാർ ആര് ബാൻ ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ അതിൽ ഷാഡോ ബാനിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കൃത്യമായിട്ട് എന്നെ ഇതിൽ നിന്നും ഒഴിവാക്കി എന്ന് പറയാൻ പറ്റില്ല. ഈ നടന്നത് ഒരു നിലയ്ക്കും ആരും ശിക്ഷിക്കപ്പെടുന്നില്ല, വിചാരണ ചെയ്യപ്പെടുന്നില്ല, താക്കീത് ചെയ്യപ്പെടുന്ന പോലും ഇല്ലാത്ത ഇൻഡസ്ട്രിയിൽ നിന്നും അതല്ലാത്ത സിനിമകൾ ഉണ്ടാവണം എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് പറയുന്നത്. അല്ല, അത് ഒരു വൺ ടൈം വിഷ്വൽ എന്നുള്ള രീതിയിൽ ഒരു 3 മണിക്കൂറിൻ്റെ ഒരു സിനിമ ബാധിക്കുന്നതിനേക്കാൾ ഒരുപാട് ബാധിക്കുന്നുണ്ട്. നമ്മുടെ ചാനലുകൾ നിത്യേന ഒരു പ്രത്യേക സ്ലോട്ട്, അരമണിക്കൂർ സ്ലോട്ട് പലപ്പോഴും ക്രൈമിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു. അപ്പോൾ ആളുകൾ ക്രൈം കൂടുതലായിട്ട് കാണുന്നത് സിനിമയിലാണോ എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ ഒരു 30 മിനിറ്റിൻ്റെ ക്യാപ്സ്യൂളായി എല്ലാ ദിവസവും നമ്മുടെ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് ക്രൈമിൻ്റെ രീതികളും അത് ചെയ്ത പ്രക്രിയകളും വിശദമായി തന്നെ എത്തിക്കുന്നുണ്ട്. അത് കണ്ട ശേഷമാണ് മിക്കവാറും ആളുകളെല്ലാം കിടന്നുറങ്ങുന്നതും. അപ്പോൾ ഈ ഒരു ക്രൈം സ്റ്റോറികൾ വളരെ വിപുലമായി വിശദീകരിച്ച് കുറിച്ച് പറയാനുള്ളത് പലപ്പോഴും പറയാറുണ്ട്. അതിൽ ഏറ്റവും പഴയതായിട്ട് പറയുന്നത് ഒന്ന് ഇൻസ്റ്റിങ്ക്റ്റീവ് പാരൻറ്റിംഗ് എന്ന് പറയും. അതായത് എന്നെ തെങ്ങിൽ കെട്ടിയിട്ട് അടിച്ചിട്ടാണ് വളർത്തിയിട്ടുള്ളത്, അതുകൊണ്ട് എൻ്റെ കുട്ടികളെയും എനിക്ക് അങ്ങനെ വളർത്തിയാലാണ് നന്നാവുക. അപ്പോൾ അതാണ് ഇൻസ്റ്റിങ്ക്റ്റീവ്, അതായത് എൻ്റെ ഇൻസ്റ്റിങ്ക്റ്റുകൾക്ക് അനുസരിച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തുന്നു. ഇനി വേറൊരു ടൈപ്പ് എന്താന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കുക.
അവരെന്താണോ പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ അവിടെ ഡിസിപ്ലിന് കൂടുതൽ പ്രാധാന്യവും എന്നാൽ വോംത്ത് കുറച്ച് താരതമ്യേന കുറയുകയും ചെയ്യുന്നു എന്നൊരു വാദമുണ്ട് ആ ഒരു ടൈപ്പ് പാരൻറ്റിങ്ങിൽ. അപ്പോൾ അതാണ് നമ്മൾ ഈ അതോറിറ്റേറിയൻ പാരൻറ്റിംഗ് എന്നൊക്കെ ടെക്നിക്കലി പറയുന്ന വാചകം വരുമ്പോൾ അതിൻ്റെ ശബ്ദത്തിൽ ചുറ്റിനുള്ളതൊന്നും നമുക്ക് വിസിബിളോ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനോ പറ്റില്ല. അതേപോലെ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി പ്രൊട്ടക്റ്റ് ചെയ്ത് തീരുമാനമെടുത്ത് കുഞ്ഞിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഇൻവോൾവ്മെൻറ്റ് പരിധിയിലധികമായിട്ട് അവിടെ കൂടിയ വോംത്തും കൂടിയ ഡിസിപ്ലിനുമാണ് പ്രശ്നം എന്നാണ് സൈക്കോളജിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം വിട്ടാൽ പെർമിസീവ് പാരൻറ്റിങ് എന്നൊന്ന് വേറെ പറയുന്നുണ്ട്. അവിടെ പാരൻ്റ് അല്ല, ഫ്രണ്ടാണ്. അതായത് എനിക്ക് പല കാര്യങ്ങളും നടന്നില്ല, അതുകൊണ്ട് കുട്ടിക്കുള്ളതെല്ലാം ചെയ്യട്ടെ, എനിക്കോ അത് സാധിച്ചില്ല, കുട്ടിക്ക് അത് സാധിപ്പിച്ചു കൊടുക്കട്ടെ. സ്നേഹമുണ്ട്, പക്ഷെ ഡിസിപ്ലിൻ വിത്ത് ലവ് എന്ന് പറയും. അതായത് ആ ഫാമിലിയിൽ ബൗണ്ടറീസ് എന്തായാലും വേണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം പാരൻ്റ് ആവണോ അല്ലെങ്കിൽ ഫ്രണ്ട് ആവണോ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സൈക്കോളജിക്ക് ഒരു സംശയവുമില്ല, പാരൻ്റ് എപ്പോഴും പാരൻറ്റിൻ്റെ റോള് തന്നെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഇപ്പം നേരത്തെ ഗോകുല് പറഞ്ഞതുപോലെ കേൾക്കാനുള്ളൊരു മനസ്സ് അത് കുട്ടിക്ക് ആവശ്യമുള്ള സമയത്തേക്ക് എത്തുമ്പോൾ ചില സമയം പാരൻറ്റിൻ്റെ റോള് ഒരു ഫ്രണ്ടായിട്ടും ചിലപ്പോൾ ഒരു മെൻറ്ററായിട്ടും ചിലപ്പോൾ ഒന്നും വേണ്ട കേട്ടിരിക്കാനുള്ള ഒരു ലിസണർ മാത്രമായി മാറാനുള്ള വൈബ്രൻ്റ് റോൾ ചേഞ്ചസ് പോസിബിൾ ആകുക എന്നുള്ളതാണ്. നടക്കില്ല. നമ്മൾ സൈക്കോളജിനോട് ഏറ്റവും അടുത്ത പ്രൊഫഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ടൈലറിംഗ് എന്നാണ്. കാര്യം എന്താ, എനിക്കുള്ളൊരു കുപ്പായം അതേ ഫിറ്റിങ്ങിൽ ഒരിക്കലും വേറൊരാൾക്ക് പറ്റില്ല. അപ്പോൾ കുഞ്ഞായിരിക്കുന്ന അവസ്ഥയിൽ കുഞ്ഞിനെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ള എംപതി. രണ്ടാമത് ചെറിയ രൂപവും അധികമൊന്നും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലാത്ത എന്നാൽ സ്വന്തമായ ഐഡിയാസ് ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു ഗ്രോയിങ് ബ്രെയിൻ ആണെന്നുള്ള റെസ്പെക്റ്റ്. അത് നമ്മുടെ ഭാഗത്ത് നീ കുട്ടിയല്ലേ, നീ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറയുന്നതിനേക്കാൾ അവരായിരിക്കുന്ന പൊസിഷനെ റെസ്പെക്റ്റ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയും. അതാണ് ഈ ജെൻറ്റിൽ അല്ലെങ്കിൽ ഗൈഡൻസിൻ്റെ ഫലം ചെയ്യും എന്നാണ്. ഈ വാലിഡേറ്റ് ദെയർ ഇമോഷൻസ് എന്ന് പറയും. അപ്പോൾ അതാണ് ജെൻറ്റിൽ പാരൻറ്റിങ്ങിൻ്റെ വേറൊരു കാര്യം. പിന്നെ ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിനോട് കൂടിയുള്ള സ്നേഹത്തിന് നമ്മളിപ്പം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കൂടുന്നു, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല, പിടിച്ചു വാങ്ങാൻ സ്നേഹം ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് വേറൊരാളെ അയാളായിരിക്കുന്ന അവസ്ഥയിൽ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ. അപ്പോൾ സ്വയം ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ഇമോഷൻസ് വെൻ്റ് ഔട്ട് ചെയ്ത് അത് കേൾക്കപ്പെടാനുള്ളൊരു പ്ലാറ്റ്ഫോം വേണമല്ലോ. അപ്പോൾ അവിടെ സമയം കുറേ വേണമെന്നല്ല, ഉള്ള സമയം. പിന്നെ ജെൻറ്റൽ പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും അടിത്തറയിൽ പറയുന്നത് പാരൻസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇഴയടുപ്പാണ്. അതായത് അച്ഛൻ്റെ പ്രയോറിറ്റി അമ്മയായിരുന്നു, അമ്മയുടെ പ്രയോറിറ്റി അച്ഛനായിരുന്നു. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്, പക്ഷെ അതവർ ഹെൽത്തി ആയിട്ടാണ് സോർട്ട് ഔട്ട്. ചൈൽഡ് ഇസ് ഓക്കെ, പക്ഷെ ബിഹേവിയേഴ്സിനെ നമ്മൾ മോഡൽ ചെയ്യണം. അപ്പോൾ അവിടെ ഒരൊറ്റ ചോദ്യം കൂടി, പണിഷ് ചെയ്യാമോ? അപ്പോൾ നമുക്ക് ഹൈക്കോടതി അടക്കം ചൂരലെടുത്തോളൂ, പണിഷ് ചെയ്തോളൂ, ടീച്ചേഴ്സിൻ്റെ കയ്യിൽ ചൂരൽ കൊടുത്തോളൂ, പല നിരീക്ഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ സൈക്കോളജിയുടെ വാദം എന്താണെന്ന് ചോദിച്ചാൽ, പെയിനിൻ്റെ കൂടെ നിങ്ങളൊരു കാര്യം പഠിപ്പിച്ചാൽ അത് ലാസ്റ്റ് ചെയ്തേക്കാം. അതായത് ഒരു ബിഹേവിയറിൻ്റെ കൂടെ പെയിൻ കപ്പിൾ ചെയ്യുമ്പം നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ചിന്ത. അതായത് ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അടി കിട്ടും, മുന്നേ അടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനുള്ളൊരു ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുന്ന ആളും സ്വീകരിക്കുന്ന ആളും എങ്ങനെയുള്ളതാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഒരു മാതാപിതാക്കൾ കുട്ടികൾക്ക് നൽകേണ്ടത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ മനസ്സിലാക്കിയ ശേഷമാണ് ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മൾ വളരേണ്ടത്. ട്രോമ ഇൻഡ്യൂസിങ് ആയിട്ട് മാത്രം പാരൻറ്റിങ് നടത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ചുകൂടി ഒരു വാല്യൂ ആഡഡ് ആയിട്ട് അല്ലെങ്കിൽ വാല്യൂ ഇൻഡ്യൂസിങ് ആയിട്ടുള്ള പാരൻറ്റിങ്ങിലേക്ക് നമ്മൾ മാറേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. ആ ഒരു സമയത്താണ് അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ്
നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ജെന്റിൽ പാരന്റിങ് എന്ന ഒരു ആശയത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഡോക്ടർ വർഷ വിദ്യാർത്ഥി ഒരാളെ നമ്മൾ അടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഗിവറും ടേക്കറും ആര് എന്ത് എപ്പോൾ എങ്ങനെയെന്നുള്ളതിനെ ടൈലർ മെയ്ഡ് ചെയ്തിട്ട് മാത്രമേ ഏത് പണിഷ്മെൻറ്റ് മൊഡാലിറ്റി അവിടെയും പാരൻ്റ് കോൺഷ്യസ് ആയിരിക്കണം. ഇതിലെല്ലാത്തിലുള്ള ബോട്ടം പോയിന്റ് എന്താ വെച്ചാൽ ഒരു പെർഫെക്റ്റ് പാരൻറ്റിങ് എന്നൊന്നില്ല. നമുക്കൊക്കെ നമ്മളുടേതായ കുറേ ഫ്ലോസ് ഉണ്ട്. പറ്റുന്നില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ദീദി ദാമോദരൻ കോളേജ് അധ്യാപിക കൂടിയാണ്. മുൻകാലങ്ങളിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, അല്ലെങ്കിൽ ഈ വാദങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ശിക്ഷിച്ച് തന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം എന്ന് ഉള്ള ഒരു ചിന്തയുണ്ടായിരുന്ന കാലത്തും അധ്യാപികയായിരുന്നു. ഇപ്പോൾ മാറിയ ഈ സാഹചര്യത്തിലും അധ്യാപന ജോലി ചെയ്യുന്നു. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വിദ്യാർത്ഥികളെ ശിക്ഷിച്ച് തന്നെ പഠിപ്പിക്കുമ്പോഴാണോ അവർക്ക് കൂടുതൽ ലൈഫിലൊരു ഡിസിപ്ലിൻ വരുന്നത്? ഞാൻ ആരെയും ശിക്ഷിച്ചിട്ടില്ല. ഞാനൊരു ഹൈറ്റൻ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് കുട്ടികളെ അങ്ങോട്ട് നോക്കി പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പഠിപ്പിക്കുമ്പം കൃത്യമായ ഒരേപോലെ ചെയർ വട്ടത്തിലിട്ടിട്ട് ഇരുന്നിട്ടാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ മെമ്മോ കിട്ടിയത്, എൻ്റെ ആ കാലത്ത് പ്രിൻസിപ്പൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, മെമ്മോ കിട്ടിയിട്ടുള്ളത് കുട്ടികൾക്ക് വഴിവിട്ട് സഹായങ്ങൾ ചെയ്യുന്നു എന്ന പേരിലാണ്. അതുകൊണ്ട് ശിക്ഷിക്കുന്ന മാതൃക എൻ്റെ മാതൃകയല്ല. ഇവിടെ പേരൻറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ കൂടുമായിരുന്നു. കാരണം ഇതിനൊക്കെ വാർപ്പ് മാതൃകകളുണ്ട്. സ്റ്റീരിയോടിപ്പിക്കൽ പേരൻറ്റിംഗ് അത് വളരെ അപ്സെറ്റിംഗ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും അടിസ്ഥാനപരമായിട്ട് ഓരോ വ്യക്തികളാണ്. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അധ്യാപകരാണെങ്കിലും വാട്ടെവർ നിങ്ങൾ എന്ത് സോഷ്യൽ റോൾസ് ചെയ്യുകയാണെങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവരവരുടെ സ്പേസ് അവരവർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന പാഠം പഠിപ്പിച്ചുകൊണ്ട് വേണം രക്ഷിതാവാണെങ്കിലും അധ്യാപകരാണെങ്കിലും മുന്നോട്ട് പോകേണ്ടത്. അപ്പം ഒരു മോഡലില്ല. നമ്മളുടെ മുമ്പിൽ എത്ര രാഷ്ട്രീയക്കാരായിട്ടുള്ള നല്ല മോഡൽ കാണിച്ചു കൊടുക്കാനുണ്ട്. എന്ത് കണ്ടിട്ടാണ് ഇവരോട് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങൂ എന്നിട്ട് ഇതേപോലെ ചെയ്യൂ എന്ന് പറയാൻ നമ്മളുടെ മുമ്പിൽ മാതൃകകളില്ല. ശിക്ഷിക്കാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തത് കുറ്റമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ, എൻ്റെ കുട്ടികളുടെ സെഷണൽ മാർക്ക് അവർ ഒറ്റയ്ക്കാണ് ഇട്ടിരുന്നത്, ഞാൻ ഇട്ട് കൊടുക്കുന്ന മാർക്കല്ല. അവർ ആദ്യത്തെ സെമിസ്റ്റർ തുടങ്ങുമ്പോൾ അവർ 10ൽ 10 ഇട്ടിട്ട് വലിയ ചിരിച്ച് നടക്കുകയും സെമ്മ എൻഡ് ചെയ്യുമ്പോഴേക്കും ഒരു സ്വയം തിരിച്ചറിയുകയും അതല്ല ഞാൻ ഇതാണ് സ്കോർ ചെയ്തത്, ഇത് മതി എനിക്ക്, അതിൽ കൂടുതലോ കുറവോ വേണ്ട എന്ന് പറയുന്ന മാനസികമായിട്ടുള്ള വളർച്ച കുട്ടികളിലെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ടീച്ചിങ്ങിൽ ചെയ്തത്. എപ്പോഴും കുട്ടികൾക്ക് മറ്റേ ക്ലാസ്സുകൾ കൊടുക്കുക, ഇത് എവിടെ നിന്നാണ് അവർക്ക് അവൈലബിൾ ആവുന്നത് അത് കണ്ടുപിടിക്കാൻ സ്വന്തം നമ്മൾ ചെയ്യുന്നത്. ഈ മുതിർന്ന എന്ന് പറയുന്ന ജനറേഷനിൽ ഓഫീസർമാരായി ഇരിക്കുന്നവർ അവരുടെ ജോലി ചെയ്യാതെ ശമ്പളവും വാങ്ങി വീണ്ടും ഇതൊക്കെ അനുമതി കൊടുക്കുന്ന എൻറ്റയർ സിസ്റ്റം, ദ ഹോൾ അപ്പാരറ്റസ് കുട്ടികൾക്കെതിരാണ് എന്നിരിക്കെ എങ്ങനെയാണ് ഈ കുട്ടികളുടെ കുറ്റം കുട്ടികളുടെ മേലെ ആക്കുന്നത്? പിന്നെ ഇതിൽ പ്രത്യേകിച്ച് സ്ത്രീ ആയതുകൊണ്ട് ഈ പേരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ അപ്സെറ്റ് ആവുന്നൊരു ടേം അവിടെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകളെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഹൗസ് ഹോൾഡിനകത്ത് നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് മാത്രമേ അത് പുറത്ത് നിന്നിട്ട് കാണിക്കാൻ പറ്റുകയുള്ളൂ. ഇന്ന് പത്രം എടുത്താൽ നമുക്ക് കാണാൻ പറ്റും, വീട്ടമ്മ ഒളിച്ചോടിപ്പോയി. അതെന്താണ് അങ്ങനെ എന്ന് നമ്മൾ വിചാരിക്കും. അതിലൊരു കുറ്റം ചാർത്തുണ്ട്. ആ വീട്ടമ്മ അത് ചെയ്യാൻ പാടില്ല. രണ്ടുപേരാണ് ഒന്നിച്ച് നടത്തിയ ഒരു ആക്റ്റാണ്. കൂടെ ഓടിപ്പോയ ആൾ ആരാന്ന് നമുക്ക് അറിഞ്ഞൂടാ. ബാംഗ്ലൂരിൽ പോയി പഠിക്കാം, പറ്റുകയാണെങ്കിൽ ഇന്ത്യ വിട്ടിട്ട് പോവാം. അത് ജോലിക്കാണെങ്കിലും പഠനത്തിനാണെങ്കിലും. അതാണ് ഇവിടെ നിന്നിട്ടുള്ള ടീച്ചേഴ്സായിട്ടുള്ള കമ്മ്യൂണിറ്റി ചെയ്തത്. അതാണ് ഇവിടെ നിന്നിട്ടുള്ള മുഴുവൻ സിസ്റ്റവും പുതിയ ജനറേഷനോട് ചെയ്തത്. നിക്കക്കള്ളിയില്ലാതെ നാട് വിട്ടു പോകുന്ന ഒരു ജനറേഷനെ ഉണ്ടാക്കിയ കുറ്റത്തിന് ഇതിലൊരു പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. ഇവിടെ നിർബന്ധമായിട്ടും ഇരിക്കേണ്ടത് യുവതലമുറയൊന്നുമല്ല. അവർക്കറിയാം എന്താ ചെയ്യേണ്ടത്. അവരത്ര ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരൊന്നും ഈ ജനറേഷനിൽ ഇല്ല, അതിൻ്റെ മുമ്പത്തെ ജനറേഷനിൽ ഇല്ല. കാരണം അവരുടെ പേരൻസിൻ്റെ അടിച്ചമർത്തലുകൾക്ക് വിധേയരായിട്ട് വളർന്നതാണ്. കുട്ടികൾ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അവരിവിടെ ഇരുന്ന് ഇത് കേൾക്കേണ്ട കാര്യമില്ല. കേൾക്കേണ്ടത് കുറ്റം ചെയ്ത് ഞങ്ങൾ തന്നെയാണ്. നമ്മുടെ വിദ്യാഭ്യാസ രീതി ഒരു പക്ഷേ ഈ ഒരു ക്രൈം അല്ലെങ്കിൽ ഈ ഒരു അസഹിഷ്ണുത കൂടുതലായിട്ട് ആളുകളിൽ ഇൻഡ്യൂസ് ചെയ്യാൻ പാകത്തിലുള്ള എന്തെങ്കിലും ഒരു മാറ്റേണ്ട സാഹചര്യം ക്യാമ്പസുകളിലുണ്ടെന്ന് തോന്നുന്നു. ഹാപ്പി ആവാൻ, അവരുടെ സ്പേസിൽ റിലാക്സ്ഡ് ആകാൻ പറ്റുന്ന സോഴ്സുകൾ തിരയുക എന്നുള്ളത് നമ്മുടെ തന്നെ എല്ലാ മനുഷ്യരുടെയും ഒരു രീതിയാണ്. അപ്പോൾ മുന്നേ നമുക്ക് അതിന് കുറേ അധികം എഫേർട്ട് എടുക്കേണ്ടി വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഈസിലി ആക്സസബിൾ ആണ്.
അപ്പോൾ ഈ ഈസിലി ആക്സസിബിൾ ഗൂഗിൾ പറഞ്ഞല്ലോ 15 സെക്കൻഡാണ് ഇപ്പോൾ ഗൂഗിളിൽ ഏറ്റവും ബ്രീഫ് അറ്റൻഷൻ കൊടുത്താൽ മതി, ബ്രീഫ് കോൺസെൻട്രേഷൻ കൊടുത്താൽ മതി. ഇപ്പോൾ ദീദി പറഞ്ഞതിലുള്ളൊരു വലിയ സൈക്കോളജിക്കൽ ആംഗിൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ജനറേഷൻ അപേക്ഷിച്ച് പുതിയ ജനറേഷന് 10ഓളം പോയിൻറ്റ്സ് IQ ശരിക്കും പറഞ്ഞാൽ കൂടി വരുന്നതായിട്ടാണ് സൈക്കോളജിയുടെ തന്നെ പഠനങ്ങൾ പറയുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസ് ഫോക്കസ് ചെയ്താൽ അറിയാം. ഞങ്ങളെ കാലത്ത് ഞങ്ങൾ MBBS എൻട്രൻസ് എഴുതിയ മാർക്സോ പെർഫോമൻസോ അല്ല ഇപ്പോഴത്തെ കുട്ടികൾ കാണിച്ചു വയ്ക്കുന്നത്. അപ്പോൾ അക്കാഡമിക് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ IQ എന്ന് പറയുന്നത് അവർക്ക് ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ചെയ്ത് വരിക ജനറേഷൻസിൽ. അപ്പോൾ ഈ എനിക്ക് എൻ്റെ ബോർഡം കൂടുതൽ മനസ്സിലാവുന്നു, അതായത് എനിക്ക് മടുക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു റെക്രിയേഷൻ വേണം. അപ്പോൾ എനിക്ക് സൊസൈറ്റിയിലേക്ക് കണക്ട് ചെയ്ത ആളുകളോട് മിണ്ടി വർത്താനം പറഞ്ഞൊക്കെ വേണമെങ്കിൽ അത് അച്ചീവ് ചെയ്യാം. പക്ഷേ കൂടുതൽ ഈസി ആയിട്ട് എനിക്ക് അതിലേക്ക് സോഴ്സുകളുണ്ട്. ഞാൻ എന്നിലേക്ക് നമ്മുടെ സിനിമ, നമ്മുടെ മീഡിയം, നമ്മുടെ ലിറ്ററേച്ചർ ഇതൊക്കെ തന്നെ ഇത് അഡ്രസ് ചെയ്യുന്നത്. പരസ്യം ഉണ്ടാക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരു 30 സെക്കൻഡ് ആയിരുന്നു എന്നോട് ഫോക്കസ് ചെയ്യാൻ പറയില്ല. ഈ കോർപ്പറേറ്റ് കമ്പനികൾ ആദ്യം 30 സെക്കൻഡ് അതിന് ടാർഗറ്റ് ഹിറ്റ് ചെയ്യണമെന്നാണ്. മുഴുവൻ സിനിമ കാണാൻ പറ്റില്ല. ഇപ്പോഴുള്ള ഈ സ്വഭാവം എന്തുകൊണ്ടുണ്ടായി അവരുടെ വീടുകളിൽ City Gold, Gold and Diamonds, Kerala and Karnataka. 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ.